സാരംഗിരി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പനീർ മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരല്പം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പനീർ ക്യൂബുകൾ മെല്ലെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഓവർ ഫ്രൈ ആവാതെ ഒന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ പനീരിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളറിൽ ഫ്രൈ ആയിട്ട് വന്നാൽ മതി കേട്ടോ. ഇനി നമുക്ക് 2 തക്കാളികളും അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളിയും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയതും കൂടിയാണ് വേണ്ടത്. അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു 2 ചെറിയ കഷ്ണം പട്ടയും ഗ്രാമ്പുവും ഒരു ഏലക്കയും കൂടി വേണം. നേരത്തെ നമ്മൾ പനീർ ഫ്രൈ ചെയ്ത് അതേ പാനിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും വെളിച്ചെണ്ണ ഒരല്പം ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഗ്രാമ്പുവും പട്ടയും അതുപോലെ തന്നെ ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് പച്ചമണം മാറിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഉള്ളി ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു അല്പം മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല, പകരം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ കയ്യിൽ ഗരം മസാല കഴിഞ്ഞു പോയതുകൊണ്ടാണ് ഗരം മസാല ചേർക്കാത്തത്. നിങ്ങൾ ഗരം മസാല വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വാങ്ങിച്ച പൊടിയല്ല, വീട്ടിലുള്ള കുരുമുളക് ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിലാണ് കുറച്ചുകൂടി എരിവ് കൂടുതലുള്ളത്. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകം തുടക്കത്തിലേ ഇടാൻ മറന്നുപോയതാണ്. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ ഇട്ട് കൊടുക്കുക. ഞാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കാഷ്യൂ പേസ്റ്റാണ്. ഫ്രഷ് ക്രീമിന് പകരം ഒരു 7-8 കാഷ്യൂനട്ട് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. ആ പേസ്റ്റ് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വലിയ വിപുലമായിട്ടുള്ള ഒരു പനീർ മസാലയല്ല, വളരെ ചുരുങ്ങിയ സ്റ്റെപ്പുകളും അതുപോലെ തന്നെ ചുരുങ്ങിയ സാധനങ്ങളും കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ പനീർ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. എന്തായാലും അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരോടും താങ്ക് യു.